സദസ്സിലേക്ക് വരാനുള്ളതുകൊണ്ടും അതുവരെ ഒരൽപ്പം കാര്യം സംസാരിക്കുന്നു എന്ന് മാത്രം. പറയുന്ന കാര്യങ്ങൾ നിങ്ങളോടുള്ള ഉപദേശമാണ് എന്ന് മനസ്സിലാക്കാതെ എൻ്റെ സ്വന്തം ശരീരത്തോട് ഉപദേശിക്കുകയും ഒരു ഇൽമിയായ ചർച്ച എന്ന് മാത്രം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി എന്ന നല്ല നിയ്യത്തോടെ ശബ്ദം കേൾക്കുന്ന കരളിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാർ, പെങ്ങന്മാർ, നല്ലവരായ രക്ഷിതാക്കൾ, ചെറുപ്പക്കാർ വളരെ അച്ചടക്കത്തിൽ ഇരിക്കണമെന്ന് വളരെ വിനയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കുടിക്കാൻ അവിടുന്ന് വരുമ്പോൾ തന്നെ കുടിക്കാനുള്ളത് കൊണ്ട് ഇടക്കിടക്ക് കൊടുന്നിട്ട് ബുദ്ധിമുട്ടാക്കണമെന്നില്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇടയ്ക്കൊരിക്കൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വേണമെന്നവർക്കെല്ലാം കുടിക്കാം. സന്തുഷ്ട കുടുംബം ഈ കാലഘട്ടത്ത് എത്രയോ കുടുംബങ്ങൾ ചിന്നിച്ചിതറിപ്പോകുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് അല്ലാഹുമായുള്ള മറ്റ് ബാധ്യതകളിൽ, ഇബാദത്തുകളിൽ, നിസ്കാരങ്ങളിൽ വളരെ മുമ്പന്തിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പരസ്പരം കുടുംബബന്ധം ചേർക്കാതെ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അല്ലാഹു ചെയ്യുന്ന ഒരുപാട് നിഅമത്തുകളിൽപ്പെട്ട ഒന്നാണ് ഒരു സ്വലാഹിയത്തുള്ള സൗജത്ത്, ഒരു ഭാര്യ ലഭിക്കുക എന്നുള്ളത്. അതുപോലെ തിരിച്ചും ഒരു സ്ത്രീക്ക് അല്ലാഹു നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒരു സ്വാലിഹായ ഭർത്താവ്, സൗജ് ലഭിക്കുക എന്നുള്ളത്. അതിനാണ് പരിശുദ്ധ ഖുർആൻ സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ദുആ, മുത്തഖീങ്ങൾ ചെയ്യുന്ന ദുആ പലതും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മളോട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രേരണ തന്നുകൊണ്ട് പഠിപ്പിച്ച ഒരു ദുആ, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ആദ്യമായി പടച്ച റബ്ബേ, എനിക്ക് നീ കനിഞ്ഞു നൽകണമേ, ഓശാരമായി തരണമേ, മിൻ അസ്വാജിന ഭാര്യമാർ, വദുർരിയാതിന സന്താനങ്ങൾ. എങ്ങനെയുള്ളത്? ഖുർറത അഅ്യുനിൻ കണ്ണ് കുളിർമയാകുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന, ഇഹത്തിലും പരത്തിലും ആ ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും വിജയിക്കാൻ പറ്റുന്ന സ്വാലിഹീങ്ങളായ ഭാര്യമാരെയും മക്കളെയും തരണം എന്ന് ദുആ സ്വാലിഹീങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നമ്മളും ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. മാത്രമല്ല, ആ സ്വാലിഹീങ്ങളായ അനന്തരം വരുന്ന ആളുകൾക്ക് തുടരപ്പെടാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ നീ ആക്കണമേ ഇമാമ. എല്ലാ വിഷയത്തിലും നമ്മളും ഒരു കൺകുളിർമയാകുന്ന നിലക്ക് ആകണം. അങ്ങനെ നീ ആക്കിത്തരണം. അതുകൊണ്ട് ഒന്നാമതായി ആ ഭാര്യ ഭർത്തൃ ജീവിതം വളരെ സന്തോഷമുള്ളതാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്
വമിൻ ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും നിങ്ങൾക്ക് വേണ്ടി പടക്കുക എന്നുള്ളത്, മിൻ അൻഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു പടച്ചു വെച്ചു, അസ്വാജാ ഭാര്യമാരെ. ആ ഭാര്യമാരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ പടച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണ്? ലിതസ്കുനു ഇലൈഹാ നിങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ വേണ്ടി, സന്തോഷമുള്ള ജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു വെച്ചതാണ് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരാൾ കല്യാണം കഴിക്കലുകൊണ്ട് സമാധാനമുണ്ടാകുകയാണ്. ഇസ്ലാം അനുസരിച്ചിട്ടുള്ള കല്യാണമാണെങ്കിൽ അവന്റെ കുടുംബജീവിതം സമാധാനത്തിലാകും, വളരെ റാഹത്തിലാകും. അതാണ് ഖുർആൻ പറഞ്ഞത്, ലിതസ്കുനു ഇലൈഹാ നിങ്ങൾക്ക് സമാധാനത്തിൽ കഴിയാൻ വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചത്. മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാം അനുസരിച്ചിട്ടുള്ള കല്യാണമാണ് നീ നടത്തുന്നതെങ്കിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ആ കല്യാണത്തിനു ശേഷം ഏതോ ഒരാണും ഏതോ ഒരു പെണ്ണും അതാ നിർബന്ധമായ നിബന്ധനയൊത്ത നിക്കാഹിലൂടെ സവ്വജ അൻകഹ എന്ന വേർഡിലൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇടയിൽ അല്ലാഹു സ്നേഹമുണ്ടാക്കുന്നു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ അവരുടെ ഇടയിൽ അല്ലാഹു സ്നേഹമിട്ട് കൊടുക്കുന്നു. അപ്പൊ കല്യാണം എന്നുള്ളത് സമാധാനത്തോടെ കഴിയാൻ വേണ്ടിയാണ്. ഇസ്ലാം അനുസരിച്ചുള്ള കല്യാണമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ സമാധാനമേ ഉണ്ടാകൂ. ഇന്ന് ചില ആള് ചെന്ന അങ്ങനല്ല, മങ്ങാലാവോളം ഞാൻ റാഹത്തിലുണ്ടായ, മങ്ങാലം കഴിഞ്ഞ പിന്നെ തുടങ്ങി ഉസ്താദെ കഷ്ടപ്പാട്. പെണ്ണ് കെട്ടിട്ട് കണ്ണ് പൊട്ടിനില്ല. എന്തുകൊണ്ട്? ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നത് സമാധാനത്തോടെ കഴിയാൻ വേണ്ടിയാണ്. ആ ഏതോ ഒരു ആണും പെണ്ണും ഒരുമിച്ചുകൂടി അങ്ങനെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ അവരുടെ ഇടയിൽ അല്ലാഹു മഹബ്ബത്ത് ഇട്ടുകൊടുക്കുകയാണ്, ഇൽഫത്ത് ഇട്ടുകൊടുക്കുകയാണ്, പ്രത്യേകമായ ഒരു സ്നേഹബന്ധം കൊടുക്കുകയാണ്. അങ്ങനെ സ്നേഹത്തോടെ കഴിയേണ്ടവരാണ്, സന്തുഷ്ടമായ കുടുംബം നയിക്കേണ്ടവരാ ഈമാനുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും. അത് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രബലമായ, ഏറ്റവും അനുസരിക്കപ്പെടേണ്ട ഒരു ഉദാഹരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഭാര്യയായ ഖദീജ ബീവിയും അത് ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ടല്ലേ മക്കയിൽ ആ ഹബീബായ തങ്ങൾ 25 വർഷക്കാലം ഹബീബായ തങ്ങളും ഖദീജ ബീവിയും അതാ ജീവിച്ചിട്ടുണ്ട്. വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 25 വയസ്സുള്ളപ്പോഴാണല്ലോ ഹബീബായ തങ്ങൾ കല്യാണം കഴിച്ചത്. 40 വയസ്സുള്ള ഖദീജ ബീവിയാണല്ലോ. അവരുടെ ഇടയിലുള്ള സ്നേഹബന്ധങ്ങളതാ അവരാ മനസ്സിലാക്കിയിട്ടുള്ള വല്ലാത്ത ഇൽഫത്തുണ്ടല്ലോ. ആ മക്കയിലുള്ള ജനങ്ങളത് പഠിക്കുകയാണ്, അത്ഭുതത്തോടെ കാണുകയാ. ആ ഹബീബായ തങ്ങളിൽ നിന്നും ഖദീജ ബീവിയിൽ നിന്നും മനസ്സിലാക്കിയിട്ട് അവിടുത്തെ മക്കളും അത് പഠിക്കുകയാണ്. അതുകൊണ്ട് മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. അത് കേവലം വഅദ് പറഞ്ഞുകൊണ്ടല്ല, ഉപദേശിച്ചുകൊണ്ടല്ല. നീ സുദീർഘമായ കാലം
പിതാക്കന്മാര് ജീവിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ മക്കൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇബാദത്തിന്റെ വിഷയത്തിൽ സഹകരണം വേണം, ഇൽമിന്റെ വിഷയത്തിൽ സഹകരണം വേണം, കൂട്ടുജീവിതത്തിന്റെ വിഷയത്തിൽ സഹകരണം വേണം, പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതിനാണ് ദുആയിൽ അവസാനമായി പറഞ്ഞത് വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് തുടരാൻ പറ്റുന്ന ആളാക്കി ഞങ്ങളെ മാറ്റണേ എന്ന് പറഞ്ഞാൽ ബാപ്പയെയും ഉമ്മയെയും കണ്ടുകൊണ്ട് ആ ഉത്തമമായ സന്തുഷ്ട കുടുംബത്തോടെ അവർ കഴിയുന്നത് മക്കള് കണ്ടുപഠിക്കണം. അതിന് ഒന്നാമതായി ഭാര്യമാർ ഭർത്താവിനിക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ, ഭർത്താവിനെ ബഹുമാനിക്കേണ്ട രീതികൾ, ഭർത്താവിനെ ആദരിക്കേണ്ട കാര്യങ്ങൾ, ഭർത്താവിനെ അനുസരിക്കേണ്ട കാര്യങ്ങൾ, അത് ഭാര്യമാർ ശരിക്ക് പഠിക്കണം. ഭർത്താവിനെ അതാ ബഹുമാനിച്ച് മക്കളെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ ഒരിക്കലും കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകൂല. അതുപോലെ തന്നെ ഭർത്താവും ഒരു പുരുഷനും ഭാര്യയെ അനുസരിക്കണം. ആ ഭാര്യ പറഞ്ഞതെല്ലാം കേൾക്കണം, ഭാര്യ പറഞ്ഞതെല്ലാം വകവെച്ചു കൊടുക്കണം. ദീനിന്റെ കാര്യങ്ങളിലെല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം. ചില ആള് മനസ്സിലാക്കിയത് തിരിയ ചെല്ലിയ പോലെ കേക്കനെ വേല, ഭാര്യ ചെല്ലിയത് അനുസരിക്കാൻ വേല. എന്റെ പൊര, എന്റെ പൈസ, ആനം കൂടെ നിക്കണോ ഇല്ലെങ്കിൽ പോണു. അത് ഹബീബായ തങ്ങളെ കുടുംബജീവിതത്തിലുണ്ടായ ശൈലിയല്ല. ഭാര്യമാര് പറയുന്നതും അനുസരിക്കണം എന്ന് തന്നെയാണ്. നിങ്ങൾക്കറിയില്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടത്തെ ഭാര്യയായ സാറ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞതെല്ലാം അനുസരിക്കുമായിരുന്നു. അവിടുന്നതാ പിൽക്കാലത്ത് മകനായ മറ്റൊരു ഭാര്യയായ ഹാജർ ബീവിയിലൂടെ ജനിച്ച ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി മക്കയിലേക്ക് വന്നപ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയായ സാറാ ബീവിയോട് ചോദിച്ചു, ഞാൻ എന്റെ മകനെ കാണാൻ പോകട്ടെയോ? സാറ ബീവി പറഞ്ഞു, പോയിക്കോളൂ, പോകാൻ പറ്റും, പക്ഷേ വാഹനത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. ഭാര്യന്റെ ഡിമാൻഡ് പോന്തെല്ലാം ശരി, ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പാടില്ല. മകന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ, പ്രശ്നമില്ല. ആ വാഹനത്തിൽ നിന്ന് നിങ്ങൾ കാല് താഴ്ത്തി വെക്കാൻ പാടില്ല, നിലത്ത് വെക്കാൻ പാടില്ല. ആ ഓക്കേ എന്ന് സമ്മതം പറഞ്ഞു. ഭാര്യയുടെ സമ്മതത്തോടുകൂടെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒട്ടകപ്പുറത്തിരുന്ന് ഇസ്മായിൽ നബിയുടെ വീട്ടിന്റെ വരാന്തയിലേക്ക് ഒട്ടകം പോയി. അവിടെ അങ്ങ് നിന്നിട്ട് സംസാരിച്ചു. അല്ല, ഇവിടെ ആരുമില്ലേ? ഒരു പെണ്ണ് ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാകുന്ന ഇസ്മായിൽ നബിയുടെ ഭാര്യയാണ്. എന്താ നിങ്ങൾ വന്നത്? നിങ്ങളെ വീട്ടുകാരനില്ലേ? ഇല്ല, എവിടെയോ പോയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എങ്ങനെയാ നിങ്ങളെ കുടുംബജീവിതം? ഇല്ല, വലിയ പ്രയാസമാണ്, വലിയ വിഷമമാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമായും വലിയ പ്രയാസമാണ് പറഞ്ഞു. എന്നാൽ നിങ്ങളാ ഭർത്താവ് വന്നാൽ ഒരു പ്രായമുള്ള ആള് വന്നു എന്ന് പറയണം. മാത്രമല്ല ഈ ഉമ്മറപ്പടി മാറ്റിവെക്കാൻ വേണ്ടി പറയണം. ഒരു അസ്സലാമു അലൈക്കും എന്ന് പറയണം എന്ന് പറഞ്ഞ് ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാതെ ഇബ്രാഹിം നബി മടങ്ങിപ്പോയി. നമ്മളാണെങ്കിലോ കുറച്ചും കൂട്ടാൻ പറ്റും. സൗണ്ട് ബെൽച്ച ബേജാറാക്കിണ്ട, എന്റെ ബുദ്ധിമുട്ടായിരിക്കും.
അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ സൗണ്ടിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളാണെങ്കിൽ അങ്ങനെ ഭാര്യ പറഞ്ഞ കേൾക്കൂ, നീ ആരെയാണ് ചെല്ലിനി, എൻ്റെ പൈസ എൻ്റെ കാർ, ഞാൻ പോവും. അങ്ങനെയല്ല കൂട്ടുജീവിതം ഉണ്ടാകേണ്ടത്. ഹബീബായ തങ്ങള് പഠിപ്പിച്ച ശൈലി അതല്ല. ഭാര്യയോട് പറഞ്ഞേ പോകാവൂ. അത് നിർബന്ധമായ കൽപ്പന അല്ലെങ്കിലും അതൊരു സ്നേഹബന്ധമുണ്ടാക്കാനുള്ള ഒരു കാര്യമാണ്. ഇറങ്ങുമ്പോൾ പറയാൻ പറ്റും. ഈ ആധുനിക കാലഘട്ടത്ത് പല സൗകര്യങ്ങളുമുണ്ട്. പോകുമ്പോൾ പറയാൻ പറ്റും. അതാ എവിടെ കാണുന്ന വിളിച്ച് പറയാൻ പറ്റും. അല്ലെങ്കിൽ വരുമ്പോൾ അല്പം വൈകുമ്പോൾ രാത്രിയാകുകയാണെങ്കിൽ വിളിച്ച് പറയണം. അത് പരസ്പരം സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ഞാൻ ചെന്ന വള്ളി ആരെങ്കിലും പുരക്ക് വന്നിട്ട് ഓണ്ട് അയാൾ സ്വബയ്ക്ക് പോയി എൻ്റെ ചെന്ന വാടക്ക് പോയിന്നറിയില്ല. ഇത് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം അകലാനുള്ള കാരണമാണ്. അതുകൊണ്ട് മഹാന്മാരെ പഠിപ്പിക്കുന്നു, അമ്പിയാക്കളിൽ ശ്രേഷ്ഠനായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വാഹനത്ത് നിന്ന് ഇറങ്ങാതെ ഭാര്യ ഇറങ്ങണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മടങ്ങിപ്പോയി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അതാ മഹാനാകുന്ന ഇസ്മായിൽ നബി വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, ഒരു പ്രായമുള്ള ആള് വന്നിരുന്നു, നിങ്ങൾക്ക് സലാം പറഞ്ഞു, കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല, എന്തെങ്കിലും ചോദിച്ചു. കുടുംബജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞു. അവസാനം ആ പ്രായമുള്ള ആള് പറഞ്ഞു, ഈ വീട്ടിന്റെ ഉമ്മറപ്പടി മാറ്റിവെക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. ഇസ്മായിൽ നബി പറഞ്ഞു, അത് എൻ്റെ പിതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, എൻ്റെ ബാപ്പയാണ്. ഉമ്മറപ്പടി മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ അർത്ഥം നിന്നെ ത്വലാക്ക് ചെല്ലാനാണ്. നിന്റെ സ്വഭാവം ദീനിയായ രൂപത്തിലല്ല, ഒരു യഥാർത്ഥമായ ഭാര്യയുടെ സ്വഭാവമല്ല. അതുകൊണ്ട് പോയിക്കോ വീട്ടിലേക്കെന്ന് പറഞ്ഞു ത്വലാക്ക് ചൊല്ലിയതാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മക്കയിലേക്ക് വന്നപ്പോ സാറ ബീവിയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുന്നു, ഞാൻ എൻ്റെ മകന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ? സാറ ബീവിയുടെ മറുപടി, പോയിക്കോളൂ, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, നിങ്ങള് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ അതാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുതിരപ്പുറത്ത് നിന്ന് വന്നിട്ട് മകന്റെ വീട്ടിന്റെ വരാന്തയിൽ വന്നിട്ട് കുതിര അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണതാ പുറത്തേക്ക് വന്നിട്ട്, നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഭക്ഷണം ഞാൻ റെഡിയാക്കാം, വെള്ളങ്ങൾ ഞാൻ റെഡിയാക്കാം, മാംസം ഞാൻ റെഡിയാക്കാം, ഒന്നും കഴിക്കാതെ പോകല്ലേ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ഇല്ല, ഞാൻ ഇറങ്ങൂല. എവിടെയാ വീട്ടുകാരൻ? പറഞ്ഞു, എവിടെയോ പോയിരിക്കുകയാണ്, വരുമ്പോൾ വൈകുന്നേരമാകും. എങ്ങനെയാണ് നിങ്ങളെ കുടുംബജീവിതം? അൽഹംദുലില്ലാ, റാഹത്താണ്. ഇടക്കിടക്ക് മാംസം കൊണ്ടുവരാറുണ്ട്, ഇടക്കിടക്ക് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്, ഞങ്ങൾ നല്ല റാഹത്തിലാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വരാം, അസ്സലാമു അലൈക്കും എന്ന് വന്നാൽ നിങ്ങൾ പറയണം, അതാ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലും നിങ്ങളുടെ ആ മാംസത്തിലും അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. വന്നാൽ ഒരു കാര്യം പറയണം, ഈ വീട്ടിന്റെ ഉമ്മറപ്പടി അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടി പറയണം എന്നും പറഞ്ഞപ്പോ ഈ വീട്ടുകാരിയായ ചെറുപ്പക്കാരിയായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് ഇറങ്ങണം. ഇല്ല, ഞാൻ ഇറങ്ങൂല, എന്നാൽ ഞാനൊരു കല്ല് വെച്ച് തരാം,
നിങ്ങൾ ഇറങ്ങണ്ട. രണ്ട് ഭാഗത്തും കല്ല് വെച്ചു. ആ കല്ലിലേക്ക് നിങ്ങളൊന്ന് കാല് വെക്കണം. കാലങ്ങ് വെച്ചപ്പോ വീട്ടിലുള്ള ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഇബ്രാഹിം നബിയുടെ മകൾ അകലാനുള്ള കാരണമാണ്. കഴുകിക്കൊടുക്കുകയാണ്. വലിയ സന്തോഷമായി, നല്ല ഭാര്യയാണല്ലോ. ദുആ ചെയ്ത് മടങ്ങിപ്പോയേ. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒന്ന് അലൈഹിസ്സലാം ചൊല്ലാൻ പറ്റില്ല, നബിമാരെ പേര് കേൾക്കും. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഭാര്യ പറഞ്ഞതാ, നിങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. അല്ല ഉസ്താദേ, അവചല്യ പോലെ കേട്ടെങ്കിൽ ഞാൻ ഒരു പെദ്ദാവലെ? ഇല്ല, അങ്ങനെ പെദ്ദാവല. വരുന്നാള് തിരിയ ചെല്ലിയ പോലെ കേക്കളയില്ല. ഭയങ്കര സ്റ്റാൻഡേർഡ്. ഇന്നോളം അവളി പുഞ്ചിരിച്ചിട്ടുണ്ടാവൂല. ചിരിച്ചെങ്കിൽ ബല പോവാന്ന് പേടിയാന്ന്. ആരെതിരില് ബല? സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി, സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം, അവിടെന്നും ഖദീജ ബീവിയും ജീവിച്ച സുന്ദരമായ ജീവിതം മക്കക്കാര് അതുവരെ കണ്ടിട്ടില്ല. പരസ്പരം വെറുക്കുന്ന വാക്കുകൾ പറയാറില്ല. കൂട്ടുജീവിതത്തിന്റെ ഇടയിൽ കിതാബുകളിൽ തന്നെ കാണാം, ഫതുഹുൽ മുഈനിൽ കാണാം, ഭാര്യക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഭർത്താവ് ചെയ്യരുത്, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഭാര്യയും ചെയ്യരുത്. സംസാരങ്ങളും വളരെ സ്നേഹത്തോടെ ഉണ്ടാക്കുന്നതാകണം. ആ ഭാര്യയോട് സ്നേഹമുണ്ട് എന്ന് പറയണം. ചില ആൾക്ക് അതൊരു മടി. ഉള്ള പെണ്ണുങ്ങളിലെല്ലാം ഉണ്ടാനെല്ലാം കഴിഞ്ഞു. സ്വന്തം ഭാര്യയോടൊരു സ്നേഹം പറയാൻ പോലും ചില ആള് തയ്യാറല്ല. സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി, സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സദസ്സിലിരിക്കുമ്പോ ഒരാള് പറഞ്ഞു, എനിക്ക് അയാളോട് ഇഷ്ടാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നീ അയാൾ ചെല്ലന, അയാളോട് പറഞ്ഞിനാ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു? ഇല്ല, പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, എന്നാ എഴുന്നേക്ക്, വേഗം പോയിട്ട് അയാൾ പറയണം, നീ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറയണോ. കാരണം എന്തേ? അത് പറഞ്ഞാല് ഭയങ്കര സ്നേഹബന്ധം ഉണ്ടാവും. അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു അവയവമാണ് നാവ് എന്നുള്ളത്. ഒരു മനുഷ്യനെ സ്നേഹമുണ്ടാക്കാൻ പറ്റുന്ന അവയവമാണ് നാവ്. വേണമെങ്കിൽ ഒരു മനുഷ്യനെ അരസം വരുത്തിക്കാനുള്ള ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് കുടുംബജീവിതത്തിൽ മാത്രല്ല, സുഹൃബന്ധങ്ങളിൽ പറഞ്ഞുകൂടാ, അയൽവാസികളിൽ പറഞ്ഞുകൂടാ. പരസ്പരം കൂട്ടുജീവിതം നയിക്കുന്ന ചങ്ങാതിമാർ, ഒരേ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, ഒരേ വീട്ടിൽ താമസിക്കുന്നവർ, ഒരേ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, ഒരേ കമ്പനിയിൽ താമസിക്കുന്നവർ, മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ പറയാൻ പാടില്ല. മനുഷ്യനോട് നമുക്ക് തന്ന നാവ് കൊണ്ട് സംസാരിക്കണം. അള്ളാഹു തന്ന നാവ് സംസാരിക്കാനുള്ളതാണ്. അതല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, അൽ മുഅ്മിനു ഇൽഫും മഅലൂഫ് ലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യുലഫ്. മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്ന ആളാകണം, ആളുകളോട് സംസാരിക്കുന്ന ആളാകണം. മറ്റൊരാള് സംസാരിക്കുമ്പോ സംസാരിക്കാനുള്ള സന്നദ്ധത കാണിക്കണം. ലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യുലഫ്. ആളുകളോട് ഇണങ്ങിച്ചേരാത്ത ഒരു മനുഷ്യനിൽ വലിയ ഖൈറില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പരസ്പരം സ്നേഹമുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. ആ നാവില് സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കണം.
വെറുപ്പിക്കുന്ന വാക്ക് സംസാരിക്കരുത്. പ്രത്യേകിച്ച് മക്കളുള്ള ഭാര്യമാർ, മക്കളുള്ള ഭർത്താക്കന്മാർ, മക്കളെ മുമ്പിൽ അറുപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന വാക്ക് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കാൻ പാടില്ല. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വേദ് പറഞ്ഞിട്ടല്ല, ക്ലാസ് എടുത്തു കൊടുത്തിട്ടല്ല. 25 കൊല്ലത്തെ ജീവിതം, അല്ലെങ്കിൽ 35 കൊല്ലത്തെ ജീവിതം, അല്ലെങ്കിൽ 15 കൊല്ലത്തെ ജീവിതത്തിൽ മക്കളെ ഇടയിൽ വെച്ച് ഭാര്യമാർ പരസ്പരം തെറ്റാൻ പാടില്ല. അറുപ്പും ഉളുപ്പും ഉണ്ടാക്കുന്ന വാക്ക് ഒരിക്കലും പറയാൻ പാടില്ല. എന്നാൽ ഭാവിയിൽ കല്യാണം കഴിഞ്ഞ ഈ മക്കളും അതേ സ്വഭാവക്കാരായി മാറും. നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഭർത്താവ് നമ്മളോട് കംപ്ലൈന്റ് പറഞ്ഞു, നിങ്ങളെ മകള് ശരിയില്ല, നിങ്ങളെ മക്കൾക്ക് നല്ല സ്വഭാവമില്ല, നിങ്ങളെ മകള് പറഞ്ഞതനുസരിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് നിന്റെ കുറവാണ്, ഉമ്മാന്റെ കുറവാണ്, രക്ഷിതാക്കളെ കുറവാണ്. അദബ് പഠിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ മദ്രസ അതാണ്. മക്കളെ മുമ്പിൽ ഒരിക്കലും ഉമ്മാനെ കുറവാക്കുന്ന വാക്ക് ബാപ്പ പറയാനേ പാടില്ല. അതുപോലെ ഉമ്മയും ഒരിക്കലും തന്നെ ബാപ്പാനെ കുറവാക്കുന്ന വാക്ക് പറയാൻ പാടില്ല. ഇണക്കവും പിണക്കവും ചിലപ്പോ ദാമ്പത്യ ജീവിതത്തിൽ സ്വാഭാവികമാകാം. അത് രഹസ്യമായി വെക്കണം. അതുകൊണ്ടല്ലേ ഫതുൽ മുഈൻ എന്ന കിതാബിൽ വെച്ച് പറഞ്ഞത്, നിന്റെ ഭാര്യ അനുസരിക്കുന്നില്ലെങ്കിൽ നിനക്ക് അവളോട് പിണങ്ങാം. ആ പിണങ്ങുന്നത് ആളുകളുടെ മുമ്പിലാകാൻ പാടില്ല. രാത്രി കിടക്കുന്ന സമയത്ത് ഒരേ കട്ടിലിൽ കിടക്കുമ്പോ നീ അങ്ങോട്ട് മുഖം തിരിക്കണം എന്നല്ലാതെ പകൽ സമയത്ത് ആളുകളെ മുമ്പിൽ മക്കളെ മുമ്പിൽ പിണങ്ങാൻ പാടില്ല. ഇത് ഏറ്റവും പഠിപ്പിച്ചു തന്നത് നമുക്ക് മാതൃകയാകാൻ പറ്റിയ കുടുംബ ജീവിതം സയ്യിദുനാ അശ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ ഇവരുടെ വല്ലാത്ത അതുല്യമായ സ്നേഹത്തോടെയുള്ള ജീവിതമാണ്. മക്കൾക്കാര് അത് കണ്ടു പഠിച്ചതാണ്, മക്കളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിന്റെ രഹസ്യ പ്രബോധന കാലഘട്ടത്ത് 40 വയസ്സായപ്പോ തങ്ങൾ നബിയായല്ലോ. അതിനുശേഷം 3 കൊല്ലക്കാലം ഹബീബായ തങ്ങൾ അതാ രഹസ്യമായ പ്രബോധനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് പരസ്യമായി പ്രബോധനം തുടങ്ങിയത്. ആ സമയത്ത് ഹബീബായ തങ്ങളെ മക്കക്കാര് ഉപരോധിച്ചു. എന്ത് ഉപരോധമാണെന്നറിയോ? മുഹമ്മദിന് ഇനി ഒരിക്കലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല, മുഹമ്മദിന് ഗോതമ്പ് കൊടുക്കാൻ പാടില്ല, മുഹമ്മദിന് ഒരു ഭക്ഷണവും കൊടുക്കാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങൾക്ക് സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ഹബീബായ തങ്ങളെ ഷുഐബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഒരുപാട് കൊല്ലം കഴിഞ്ഞതാണ്. അവിടെ കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, മഹാന്മാര് പറഞ്ഞത് കാണാം. അന്നതാ ഹബീബായ തങ്ങളുടെ കാഷ്ടം, കൂടെയുണ്ടായിരുന്നവരുടെ കാഷ്ടം ആടിന്റെ പിട്ട പോലെയായിരുന്നു. കാരണം എന്താണെന്നറിയോ? അന്ന് കഴിച്ചത് പച്ചിലകളാണ്, അന്ന് കഴിച്ചത് ഇലകളാണ്, അന്ന് ഭക്ഷണങ്ങളില്ല, പലഹാരങ്ങളില്ല, വെള്ളവും പച്ചിലകളും മാത്രം കഴിച്ച് 3 കൊല്ലത്തോളം ആ മലഞ്ചെരുവിന്റെ ചാരത്ത് കഴിഞ്ഞപ്പോ ഖദീജ വലിയ പ്രമാണിയല്ലേ, ബാല്യ വലിയ പ്രമാണിയല്ലേ, ആ ഖദീജാനെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വരൂ, ഞങ്ങളെ വീട്ടില് ഭക്ഷണം തരാ.
ഖദീജ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. ഹബീബായ തങ്ങളുടെ കൂടെ തന്നെ 3 കൊല്ലം ആ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരിയായ, അത്രയും വലിയ പ്രമാണി അന്നത്തെ കാലത്തില്ലാത്ത, അത്രയും വലിയ സ്വത്തിന്റെ ഉടമയായ ഹബീബായ തങ്ങളുടെ ഭാര്യ തങ്ങളെ കൂടെ കഴിയുകയാ. ഇതാണ് ഉത്തമമായ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് ഹബീബായ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പഠിപ്പിച്ചു തരുന്നു സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ. നിങ്ങൾ ബേജാറാക്കണ്ട, ആളില്ലല്ലേ, നിങ്ങൾ ഉള്ളോർ ഇരുന്നാൽ മതി, ഒരു പ്രയാസമൊന്നുമില്ല. സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ സദസ്സിന് വലിയ ബറക്കത്ത് നൽകട്ടെ. ഉത്തമമായ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്നു സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ഇന്നത്തെ ഭാര്യമാരെങ്ങനെ ഉണ്ടാവും? പെണ്ണ് നോക്കും തന്നെ എനക്ക് ഐഫോൺ വേണം, 10 പവന്റെ എൻഗേജ്മെന്റിന് വെക്കണം, എന്നെ എൻഗേജ്മെന്റിന് എന്നെ തിരിച്ചിട്ട് വീഡിയോ ആക്കണം, അങ്ങനത്തെ പുതിയ പ്ലാങ് മാത്രം എനക്കാവും, ഇല്ലെങ്കിൽ ആവില്ല എന്നാണ് പറയുന്നത്. ആരും ബേജാറാക്കണ്ട, നമ്മളെല്ലാരും മക്കള്, നിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാരും മക്കള് ഇന്നത്തെ കാലത്ത് അങ്ങനെയായിട്ട് വരും. ഉസ്താദിന്റെ മക്കളും കണക്കന്നെ, തങ്ങന്മാരെ മക്കളും കണക്കന്നെ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പ്രയാസങ്ങൾ സഹിക്കാൻ ഇനി പെണ്ണുങ്ങളെ കിട്ടൂല. ഭർത്താവിന്റെ പുരയില് ഒരുന്ന ഭക്ഷണം ഇല്ലാതിരിക്കോ? ഒരു പ്രയാസമുണ്ടായാൽ സഹിക്കാൻ പറ്റുമോ? എന്നാൽ പഠിക്കേണ്ടത്, മാതൃകയാക്കേണ്ടത് ഉത്തമമായ കുടുംബിനിയായി പഠിപ്പിക്കേണ്ട, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും അതുല്യയായ ഒരു പ്രതിഭയാ സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ. ഭർത്താവിനെ പൊന്നുപോലെ നോക്കിയ ഭാര്യയാ. വല്ലാത്ത സ്നേഹമാണ് അവിടത്തേക്ക്. അതുകൊണ്ടല്ലേ 40ാമത്തെ വയസ്സിൽ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ ഇറാ ഗുഹയിൽ ഏകാന്തവാസയിൽ കഴിയാൻ വേണ്ടി തങ്ങൾ പോയപ്പോ, 40ാമത്തെ വയസ്സിൽ തങ്ങളങ്ങ് പുറപ്പെട്ടപ്പോ, പോകുമ്പോൾ തന്നെ തങ്ങൾ അല്പം പാലും അല്പം റൊട്ടിയും അല്പം കാരക്കയും ഒരു പാത്രത്തിലാക്കിയിട്ടാണ് പോയത്. ഭർത്താവ് പോകുമ്പോൾ തന്നെ ഭക്ഷണം കരുതിയിട്ടാണ് കൊണ്ടുപോയത്. എന്നാൽ ഒരു ദിവസത്തേക്കല്ല, 3 ദിവസത്തേക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം ഭാര്യ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുമായിട്ടാണ് എത്രയോ മുകളിലുള്ള ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ ഇറാ ഗുഹയിലേക്ക് ഹബീബായ തങ്ങൾ പോയപ്പോ, ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഭാര്യക്ക് ഉറക്കമില്ല. ഖദീജ ഉറങ്ങുന്നില്ല. ഖദീജക്ക് മനസ്സിലിങ്ങനെ തോന്നുകയാ, എന്റെ ഭർത്താവ് എവിടെയാ? എന്റെ ഭർത്താവ് നേരത്തെ തന്നെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, എന്നാലും ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന ചിന്തയോടെ പിറ്റേന്ന് രാവിലെ തന്നെ 51 വയസ്സ് കഴിഞ്ഞ ആ ഉമ്മ കയറുന്നു. പാത്രത്തിൽ ഭക്ഷണമാ പൊതിഞ്ഞിട്ടതാ വീണ്ടും ഹബീബായ തങ്ങളെ അരികിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ ഉമ്മ കയറുകയാ. ഇന്നും മക്കയിലേക്ക് പോയവർക്കറിയാം, മദീനയിലേക്ക് പോയവർക്കറിയാം, ഉംറ ചെയ്തവർക്കറിയാം, ആ ഗുഹ സന്ദർശിക്കാറുണ്ട്. കിതാബുകളിൽ കാണാം, നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ ഗുഹാപ്രദേശത്ത് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്, അവിടെ ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. കയറി വന്നാൽ പോരാ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരു പ്രാവശ്യം കയറിയവർ 2ാമത്തെ പ്രാവശ്യം പറയുകയാണ്, വേണ്ട ഞാൻ കയറുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉംറക്ക് വന്നപ്പോ കയറിയിട്ടുണ്ട്, ഈ ആ
ആധുനിക കാലഘട്ടത്ത് അത്രയും സൗകര്യമുള്ള ഈ കാലഘട്ടത്ത് നമുക്ക് കയറാൻ പ്രയാസമുള്ള ജബലുന്നൂർ പർവ്വതത്തിലേക്ക് 51 വയസ്സ് പ്രായമുള്ള ഉമ്മ കയറുന്നു. എന്താണ് പിന്നിലുള്ള ലക്ഷ്യമെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ? ഇതല്ലേ ഒരു ഉത്തമമായ ഭാര്യക്കുണ്ടാകേണ്ടത്? ഇതല്ലേ ഒരു സ്ത്രീക്കുണ്ടാകേണ്ടത്? ഇതല്ലേ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്ത ഉണ്ടാവും. അയാള് പോയിനു അടക്കം വാട വേണമെങ്കിൽ തിന്നിട്ട് എനക്കെന്ത്, എപ്പോൾ ഇപ്പൊ എൻ്റെ സെൽറ്റാ പോന്ന് എന്ന് പറയും. അപ്പൊ നമ്മൾ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നമ്മളെ കുടുംബ ബന്ധം തന്നെ ശരിയില്ല. ആ പാത്രത്തില് ഭക്ഷണവുമായിട്ട് പിറ്റേ ദിവസം തന്നെ കയറുന്നു. ആ സ്ഥലത്തേക്ക് എത്തിയപ്പോ ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ വന്നത്? ഞാൻ നേരത്തെ തന്നെ ഭക്ഷണമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇല്ല നബിയെ, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ശരിയാണ്. അത് കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. എന്തൊരു സ്നേഹമാണിത്, എന്തൊരു ആദരവാണിത്, എന്തോ ഒരു സൗഹാർദ്ദത്തിന്റെ ബന്ധമാണിത്. അവിടുന്ന് അതാ സന്തോഷത്തോടെ ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ കാണാം, അങ്ങനെ ഹബീബായ തങ്ങൾ ജബലുന്നൂർ പർവ്വതത്തിൽ ഏതെല്ലാം സമയത്ത് കയറിയിട്ടുണ്ടോ അവിടേക്കെല്ലാം 3 തവണ ദിവസത്തിൽ ആ ഭക്ഷണത്തിൽ പാത്രവുമായിട്ട് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ കയറുകയാണ്. ഇതല്ലേ കുടുംബജീവിതത്തിൽ ഒരു ഉമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഒരു ഉമ്മ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിനോടുള്ള ഈ സ്നേഹമല്ലേ? ഇതല്ലേ നമ്മുടെ കുടുംബത്തിൽ മക്കളെ കണ്ട് വളരേണ്ടത്? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുമ്പോ ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് പഠിക്കേണ്ടത് ഖദീജ ബീവിയിൽ നിന്നല്ലേ? തിരിച്ചും അങ്ങനെയല്ലേ ഹബീബായ തങ്ങൾക്കുള്ള സ്നേഹം? ഹബീബായ തങ്ങളതാ ഖദീജ ബീവിയെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടല്ലോ. ഹബീബായ തങ്ങൾക്കും വല്ലാത്ത സ്നേഹമാണല്ലോ. ഖദീജ കരയുന്ന സമയത്ത് തങ്ങളും കരയുകയാ. ഖദീജ പ്രയാസപ്പെടുമ്പോൾ തങ്ങളും പ്രയാസപ്പെടുകയാ. ഒരു ദിവസം ഹബീബായ തങ്ങളെ വീട്ടിലതാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കരയുന്നു. സമാധാനിപ്പിക്കാൻ പോയി ഹബീബായ തങ്ങൾ അരികിലേക്ക്. എന്തിനാ കരയുന്നത് ഖദീജ? ഖദീജ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഖാസിം മരണപ്പെട്ടിട്ട് അല്പ ദിവസങ്ങളല്ലേ ആയുള്ളൂ. ആ ഖാസിം വഫാത്തായി പോയല്ലോ. ഞാൻ മുല കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അല്പ ദിവസത്തേക്ക് തന്നെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ മരണപ്പെട്ടു പോയല്ലോ. ഞാനങ്ങ് ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് എന്റെ മുലയിൽ നിന്ന് 2 തുള്ളി അങ്ങ് നിലത്തേക്ക് വീണു. അപ്പൊ എന്റെ കുഞ്ഞിനെ ഓർമ്മ വന്നതാ, എന്റെ പ്രിയപ്പെട്ട മകനെ ഓർമ്മ വന്നതാ. ഹബീബായ തങ്ങളെ കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, പേടിക്കണ്ട ഖദീജ, ഇന്നലഹു മുർദിയം ഫിൽ ജന്ന, നിന്റെ മകൻ, നമ്മുടെ മകൻ ഖാസിമിനിക്ക് സ്വർഗത്തിലതാ പാല് കൊടുക്കാൻ തന്നെ ഒരു ഉമ്മയെ റബ്ബ് സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മകൻ സ്വർഗത്തിലെ പാല് കുടിക്കുകയാ. വേണമെങ്കിൽ ആ സ്വർഗത്തിലെ പാല് കുടിക്കുന്ന ശബ്ദം നിനക്ക് കേൾപ്പിച്ചു തരാം.
ഖദീജ പറഞ്ഞു, വേണ്ട, വലാകിന്നി ഉസദ്ദിഖുല്ലാഹ വറസൂല, എനിക്ക് തങ്ങൾ പറഞ്ഞാൽ തന്നെ വിശ്വാസമാണ്, അതെനിക്ക് കേൾപ്പിക്കേണ്ടതില്ല. ഇങ്ങനൊരു സമാധാനമുള്ള ജീവിതം ഖുർആൻ പറഞ്ഞ ലിതസ്കുനു ഇലൈഹ, കല്യാണം കഴിക്കുന്നത് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാനാണ്. അല്ല ഉസ്താദ്, ഇപ്പൊ സ്നേഹം ഇല്ല, കുടുംബജീവിതത്തിൽ പ്രയാസം തന്നെ. കുറെ ആള് ചെന്നില്ല, ഏതായാലും മങ്ങാലായിട്ട് 4 കിടാക്കായിനല്ലേ, ഇനിയിപ്പോ സഹിക്കണല്ലേ, മരിക്കോളം സഹിക്കാം. ചില സ്ത്രീകൾ അത് പുറത്ത് പറയാറില്ല. ചില ആള് പെണ്ണുങ്ങളിൽ പരാതി പറയും, എന്താക്കുന്നു കിടാക്കല്ലായിന്, അയാൾ പള്ളിക്കൊന്ന് പോകുമ്പോൾ റാഹത്താ നിനക്ക്, അത്ര ആ സമയത്ത് ഞാൻ റാഹത്തിലിരിക്കുന്നു, ബന്ധങ്ക് തുടങ്ങുന്ന. ഇങ്ങനെയാണ് പലരും. എന്തുകൊണ്ട്? ഒന്നാമതായി വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹബന്ധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ സ്നേഹബന്ധം അവരുടെ ഇടയിൽ ഇല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ആ കല്യാണം തന്നെ ശരിയായിട്ടില്ല. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന കല്യാണ രീതി, പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്ന കല്യാണത്തിന്റെ ആ നിക്കാഹിന്റെ സദസ്സായിട്ടില്ല. എൻഗേജ്മെന്റിന് തന്നെ എല്ലാ സ്ഥലത്തും അതാ ആണും പെണ്ണും ഒന്നിച്ച് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ്. പുതിയാപ്പിള പെണ്ണിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ പെണ്ണിന്റെ കൂടെ നിന്ന് കുശലം പറയുകയാണ്. ആ പെണ്ണിന്റെ കയ്യിലേക്ക് മോതിരം ഇട്ടു കൊടുക്കുകയാണ്. ഈ പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ, ഈ ആണിനെയാണ് പിന്നീട് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവരുടെ ഇടയിൽ മനസ്സമാധാനമുണ്ടാകൂല. ചിലപ്പോ ചില ആള് പറയും, അങ്ങനെയെല്ലാം കല്യാണം കഴിച്ചിട്ടും ഞങ്ങളെ ഇടയിൽ വലിയ റാഹത്താണ് ഉസ്താദേ, ഞങ്ങൾ കുറെ വീടിയാക്കിയിട്ടുണ്ട്, എൻഗേജ്മെന്റിന് തന്നെ തുടങ്ങിയിട്ടുണ്ട്, മങ്ങാലം അങ്ങനെ ഹറാമായതെല്ലാം കഴിച്ചിട്ടും ഞങ്ങളെ ഇടയിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അതൊരു സമാധാനമായിട്ട് അവസാനമുണ്ടാകുമെന്ന് മനസ്സിലാക്കണ്ട. അതേ ഭാര്യ ആഖിറത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കണ്ട. ദുനിയാവ് ചിലപ്പോ റഹ്മാനായതുകൊണ്ട് ചിലപ്പോ ചിലർക്കങ്ങനെ തന്നാലും അതൊരു പരീക്ഷണമായിട്ടേ മനസ്സിലാക്കാവൂ. ആഖിറത്തിൽ ആ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ട് എന്റെ സഹോദരിമാര് മനസ്സിലാക്കേണ്ടത്, എന്നെ കെട്ടാൻ പോകുന്ന ആള് വലിയ ഒരു ഐഫോൺ തരണമെന്നല്ല, എൻഗേജ്മെന്റിന് എന്റെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണമെന്നല്ല, എന്റെ കയ്യിലേക്ക് ആ സ്വർണത്തിന്റെ ആഭരണം ഇട്ടു തരണമെന്നല്ല ചിന്തിക്കേണ്ടത്. ഒരു ദീനിയായ 5 വക്ത് നമസ്കരിക്കുന്ന ഒരു ഭർത്താവിനെ മരണം വരെ സമാധാനത്തോടെ കഴിയാൻ റബ്ബ് തൗഫീക്ക് നൽകുന്ന ഒരു ഭർത്താവിനെ എനിക്ക് തരണമല്ലാ എന്ന് ചിന്തിക്കുന്നവരാകണം നമ്മുടെ സഹോദരിമാർ. കേട്ടിട്ട് നോക്കി നിങ്ങളെ പെണ്ണുമക്കൾ, അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങന്മാർ എന്ത് പറയൂ? എൻഗേജ്മെന്റിന് ഐഫോൺ തരണം. 10 പവൻ. മുന്നെല്ലാം പെണ്ണ് വായിക്കണമെങ്കിൽ പൊന്നിടന് കഷ്ടമായിക്കൊണ്ട്. ഇപ്പൊ ആണുകിടാക്ക പെണ്ണ് കിട്ടാതെ നട്ടം തിരിഞ്ഞോളായിരുന്നു കുറെ ആൾ, അല്ലേ? അള്ളാഹു എല്ലാവർക്കും ഹൈറായ അണകളെ നൽകട്ടെ. കുറെ ആള് ചെന്നാരി എൻ്റെ തന്നെ സോറി പെണ്ണ് നിങ്ങൾ കുറെ അടുത്ത് ശരീരത്തല്ല പഠിപ്പിച്ചിനാരല്ലേ, നല്ല ഒരു പെണ്ണുണ്ടെങ്കിൽ പറയണോ? കാലം മാറി, ആണുകിടാക്ക് പെണ്ണില്ല. പരസ്പരം നോക്കൽ സുന്നത്താണെങ്കിൽ പോലും പല സ്ഥലത്തും എൻഗേജ്മെന്റിന് 3 പവന് വെച്ചു എന്ന കാരണം കൊണ്ട് അപ്പുറത്തെ അവളെ ഫ്രണ്ടിന് ചങ്ങായിക്ക് 10 പവന് കിട്ടിയപ്പോ പറഞ്ഞു എനക്ക് വേണ്ടാവും.
ഇങ്ങനത്തെ കാലഘട്ടമാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെ. ഓരോന്ന് പറയണ്ട, നിങ്ങളെ പറയല്ല, നമ്മളെ കുറിച്ചിട്ട് പറയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വേദിയായതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുന്ന വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. MICന്റെ പ്രസിഡന്റ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സദസ്സിൽ ആരെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ വേദിയിലേക്ക് വരാം. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ തങ്ങ വരുമ്പോ ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ആ ഹബീബായ തങ്ങളും ഖദീജ ബീവിയും ജീവിച്ചത് ആ മക്കക്കാര് ആദ്യമായി കാണുന്നതാണ്. അങ്ങനെ ഒരു കുടുംബ ജീവിതം അവര് മുമ്പ് കണ്ടിട്ടില്ല. സമകാലികൾ അവരിൽ കണ്ടിട്ടില്ല. അതിനു മുമ്പ് അവര് ദർശിച്ചിട്ടില്ല. അതുല്യമായ സ്നേഹത്തോടെയുള്ള ജീവിതമാണ്. വല്ലാത്ത സ്നേഹമാണ് പരസ്പരം. ശരീരത്തിന്റെ ആ റൂഹ് പോയാൽ പോലും, മരണപ്പെട്ടാൽ പോലും എന്റെ ഭർത്താവിനെ ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ച ഖദീജ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സിനിക്ക് ഒരു പ്രയാസമുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം സ്നേഹത്തോടെ സംസാരിക്കുകയാ. ഭാര്യക്ക് ദേഷ്യം വരുമ്പോ ഭർത്താവ് സമാധാനിപ്പിക്കുകയാ. ഭർത്താവിന് ദേഷ്യം വരുമ്പോ ഭാര്യ ഒന്ന് കൂളാവുകയാണ്. ഇങ്ങനെയുള്ള കുടുംബ ജീവിതം 25 കൊല്ലം അങ്ങ് ജീവിച്ചപ്പോ ഹബീബായ മുത്തുനബിന്റെ പൊന്നാര മക്കളതാ അത് പഠിച്ചുപോയേ. അവിടുത്തെ മക്കളുണ്ടല്ലോ. ആരാണ്? മഹദിയായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹാ, മറ്റൊരു മകളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ. ഈ 2 മക്കളെ ആദ്യമായി കല്യാണം കഴിച്ചത് അബൂലഹബിന്റെ മക്കളാണ്. ഉത്ബയും മുത്തൈബയുമാണ്. നബി തങ്ങളുടെ മൂത്താപ്പയാണെന്ന് ചില കിതാബുകളിൽ കാണാം അബൂലഹബ്, ചില കിതാബുകളിൽ എളാപ്പയാണെന്ന് കാണാം. ഏതായാലും സഹോദരനാണ്. ആ സഹോദരന്റെ മകനായ ഉത്ബയും മുത്തൈബയുമാണ് ഹബീബായ തങ്ങളുടെ പൊന്നുമക്കളായ റുഖിയ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും കല്യാണം കഴിച്ചത്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പാണ്. അങ്ങനെ കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നതിന്റെ ഇടയിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോ അബൂലഹബ് മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉത്ബാ, ഓ പ്രിയപ്പെട്ട മകനെ ഉതൈബ, ഇല്ലം തുതല്ലിഖാ ഇബ്നതയ്യ മുഹമ്മദിൻ, ഹബീബായ തങ്ങളുടെ 2 പെൺമക്കളെ നിങ്ങൾ ത്വലാഖ് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഹറാമാണ്, എനിക്ക് നിങ്ങൾ ഹറാമാണ്, നിങ്ങളുമായി ഞാൻ ബന്ധമില്ല, നിങ്ങളുമായി ഞാൻ ബന്ധമില്ല, ഞാനുമായി നിങ്ങൾ ബന്ധമില്ല. ആ മുഹമ്മദിന്റെ 2 പെൺമക്കളെ ത്വലാഖ് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഹബീബായ പൊന്നു മക്കളുടെ ഈ സ്വഭാവം, ഈ നല്ല അതുല്യമായ സ്നേഹം കിട്ടിയ ഉത്ബയും മുത്തൈബയും പറയുകയാണ്, ത്വലാഖ് ചെല്ലാൻ കഴിയില്ല. ഈ മദീന പ്രദേശത്ത്, ഈ പരിശുദ്ധമായ മക്കയിൽ ആ 2 പെൺമക്കളെ പോലെ ഒരു മക്കളെ ഞങ്ങൾക്കിനി കിട്ടാൻ സാധ്യമില്ല. അവരെ വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത കെയറാണ്, വല്ലാത്ത അനുസരണയാണ്, വല്ലാത്ത സ്നേഹപ്രകടനമാണ്. അവരെ ത്വലാഖ് ചെല്ലാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവരെ പോലെയുള്ള ഒരു പെൺമക്കളെ ഞങ്ങൾക്കിനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പിന്നീട് ത്വലാഖ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായി അവരുടെ മറുപടി ഇതാണ്. കാരണം എന്തെന്നറിയോ? പ്രിയപ്പെട്ട പൊന്നുമക്കളായ റുഖിയ ബീവിയും അതുപോലെ ഉമ്മു കുൽസൂം ബീവിയും റളിയല്ലാഹു അൻഹുമാ ഹബീബായ തങ്ങളിൽ നിന്നും ഖദീജയിൽ നിന്നുമാണ് ഇൽമു പഠിച്ചത്.
അവിടത്തിൽ നിന്നാണ് അദബ് പഠിച്ചത്, അവിടത്തിൽ നിന്നാണ് സ്വഭാവം പഠിച്ചത്. ആ ഉമ്മാനെ ബാപ്പ കെയർ ചെയ്യുന്നതും ആ ബാപ്പാനെ ഉമ്മ മനസ്സിലാക്കുന്നതും അവര് തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ കണ്ടിട്ടാണ് ഇവർ വളർന്നത്. അതുകൊണ്ട് ഇവർക്ക് ത്വലാഖ് ചെല്ലാൻ മനസ്സില്ല. പിന്നീട് തൈബ മക്കം ഫത്ഹിന്റെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അബൂലഹബിന്റെ മകനായ ഉത്ബ കാഫിറായി ചത്തുപോയതാണ്. ഉതൈബ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട പൊന്നുമക്കൾ പഠിച്ചത് ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമുള്ള ആ സ്വഭാവം ആ ഭർത്താക്കന്മാർക്ക് അത് കണ്ട് അമ്പരന്നുപോയി. മക്കയിൽ അങ്ങനെയുള്ള പെൺകുട്ടികളില്ല, അങ്ങനത്തെ സ്വഭാവമുള്ള പെൺമക്കളില്ല. ഇതാരുടെ മക്കളാണ്? സയ്യിദത്തുന ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയുടെ സുന്ദരമായ സ്വഭാവം എൻ്റെ ഉമ്മമാര് മനസ്സിലാക്കണേ, പെങ്ങന്മാര് മനസ്സിലാക്കണേ, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. ഇതാണ് കൂട്ടുജീവിതം. ഇതില്ല. മക്കളെ മുമ്പിൽ വെച്ച് പരസ്പരം അടികൂടുകയാണ്. മക്കളെ മുമ്പിൽ വെച്ച് ചില ആൾക്കാർ ഒരു സ്വഭാവമുണ്ട്, മക്കളെ മുമ്പിൽ വെച്ച് ഉസ്താദുമാരെ കുറവാക്കുകയാണ്. ഏത് മക്കളാ? എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കേണ്ടത് ഭാവിയിൽ ഈ പണ്ഡിതനായ മകനാണ്. അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എനിക്ക് ആത്മാർത്ഥതയോടെ ഒരു യാസീനോത് പള്ളിന്റെ ഉസ്താദ് ഓതുന്നതിനേക്കാളും ഇഖ്ലാസോടെ ഓതുന്നത് എന്റെ ഈ മകനാണ്. അങ്ങനെ വളർന്നു വരണമെന്ന് ചിന്തിക്കുന്ന പല രക്ഷിതാക്കളും അറിയാതെയോ വിവരമില്ലാതെയോ അബദ്ധത്തിൽപ്പെട്ടോ ഉസ്താദ് എന്തോ ചെറിയ വഴക്ക് പറഞ്ഞപ്പോ, ഉസ്താദ് എന്തോ ചെറിയത് അടിച്ചപ്പോ, ഭാര്യയും അങ്ങ് സ്ട്രോങ് ആയപ്പോ ഉസ്താദിനെ മക്കളെ മുമ്പിൽ വെച്ച് കുറ്റം പറയുന്നു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസ്സാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ലോകപ്രശസ്ത ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മക്കളെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു, അങ്ങനെ അധ്യാപകന്മാരെ ഉസ്താദുമാരെ പഠിപ്പിക്കുന്ന ആളുകളെ മക്കളെ മുമ്പിൽ വെച്ച് ഉസ്താദ് ചിലപ്പോൾ പറഞ്ഞത് തെറ്റാണെങ്കിലും അടിച്ചത് തെറ്റാണെങ്കിലും അങ്ങനെ മക്കളെ മുമ്പിൽ വെച്ച് പറഞ്ഞാല് ആ മക്കള് ഗുണത്തിന് കിട്ടൂല. പിന്നെ ആ മക്കള് നന്നാവൂല. ആ മക്കള് പിന്നെ ഞമ്മ പറഞ്ഞ പോലെ കേൾക്കൂല. അതല്ലേ ബാപ്പ നിന്നിട്ട് മൂത്രയിച്ചാൽ മക്കള് നടന്നിട്ട് ബീത്തൂന്ന് പണ്ടൊരു ചെലുത്തുണ്ട്, അതുപോലെ ആവും. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല ഉസ്താദേ, എന്റെ മക്കളെ ഭാര്യ എന്റെ പുരയിൽ നിൽക്കുന്നില്ല ഉസ്താദേ, ഞങ്ങളെ കൂട്ടുജീവിതം വലിയ റാഹത്തിലില്ല, എനക്കിപ്പോ ബേസായി എന്റെ മക്കള് ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമേ ചിന്തിക്കണം എന്റെ മക്കൾ എങ്ങനെയാകണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരിമാരും എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലുള്ള നല്ലവരായ ഞാൻ എന്റെ ജ്യേഷ്ഠന്മാരെ പോലെ അനുജന്മാരെ പോലെ സ്നേഹിക്കുന്ന യുവാക്കളും ഒരു തീരുമാനമെടുക്കണം. ആര് പറഞ്ഞാലും എന്ത് എനിക്ക് കുറവായാലും പരിശുദ്ധ ഇസ്ലാം ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണം എന്റെ കല്യാണമാകൂല. പറഞ്ഞാൽ നീണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. കല്യാണത്തിന് കഴിക്കുന്ന ഭക്ഷണം തന്നെ ഹറാമാണ്. ഏത് ഭക്ഷണം? താളത്തിന്റെ പേരിൽ പോയിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിക കാഴ്ചപ്പാടില്ല, ഭക്ഷണം ഹറാമാണ്. കാരണം ഒരൊറ്റ പെണ്ണിന്റെ പുരക്കാർക്കും രാത്രി 50 ആള് പോകയിട്ട് അവിടെ പാട്ട് പാടുന്നത് ഇഷ്ടമല്ല. പുതിയാപ്ല പറഞ്ഞാൽ പോകാൻ പറ്റൂല, ആ പുരക്കാരെ ക്ഷണിക്കണം. ഇസ്ലാമിന്റെ മസല അതാണല്ലോ. എത്രത്തോളം ഫതുൽ മുഈനിൽ പറഞ്ഞില്ലേ, നിങ്ങളൊരു സ്ഥലത്ത് ടേബിളിന്റെ മേലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാ,
ആ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കയറിപ്പോയി. അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കയറിപ്പോയപ്പോ നമ്മളെ കണ്ടിട്ട് അയാൾ പറഞ്ഞു, വരൂ, ഇരിക്കൂ, ഭക്ഷണം കഴിക്കൂ. സൈനുദ്ദീനുൽ മഖ്തൂം തങ്ങളെ ഫത്ഹുൽ മീനിൽ പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ അവിടെ ഭക്ഷണം ഇരിക്കാൻ പാടില്ല. കാരണം അവന്റെ മനസ്സിനത് തൃപ്തി ഉണ്ടാകൂല. ചിലപ്പോ അവര് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ വന്നപ്പോ അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ പറഞ്ഞതായിരിക്കാം. നിർബന്ധിപ്പിച്ചിട്ട് പിന്നെയും ഇരുത്താതെ നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഫത്ഹുൽ മുഈനിൽ കേരളത്തിൽ മൺമറഞ്ഞുപോയ മക്കയിൽ ഇബ്നു ഹജർ തങ്ങളുടെ അരികിൽ അതാ ഒരുപാട് കൊല്ലങ്ങൾ ഇൽമു പഠിച്ച പരിശുദ്ധമായ കേരളത്തിന്റെ കുഞ്ഞിപ്പള്ളിയിൽ, കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുഈൻ എന്ന ദർസിൽ കിതാബുകൾ ഉസ്താദുമാർ ഓതുന്ന കിതാബുകളിൽ വളരെ വ്യക്തമായി പറയുന്നു. മനസ്സിലായ നിങ്ങൾക്ക്? ഇന്ന് ഭക്ഷണം ഇവിടെ അലിന്റെ പേരിലായിരിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരെ പുറക്കാർക്കെല്ലാം അള്ളാഹു ഖൈർ നൽകട്ടെ. അവരെ ബാപ്പ കുറച്ച് ആഫിയത്ത് കുറവുണ്ട്, അള്ളാഹു പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. അലിന്റെ പേരയിൽ ഭക്ഷണം കഴിച്ചോണ്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ അടക്ക് പോയി, ഒരാൾ പോയിട്ടാകുമ്പോ അലി പറഞ്ഞു, ഇരിക്കാൻ കഴിയലാന്ന്. കാരണം എന്ത്? നിങ്ങൾ വന്നിട്ടാകുമ്പോ ചെല്ലാതിരിക്കാൻ നിവൃത്തില്ലല്ലേ, അതുകൊണ്ടായിരിക്കാം അയാൾ ചൊല്ലിയത്. നിർബന്ധിച്ചിരുത്താതിരിക്കാൻ പാടില്ല. ഇങ്ങനെ മസല പറയുന്നോടെയാണ് ജാവ് 10-50 ആള് പോകുന്ന പുതിയ ആപ്പിളെ വിളിച്ചിനും ചെല്ലി പോയിട്ട് അവിടെ 12 മണിക്ക് വെയ്ക്കൽ തനിച്ച ഹറാമാണ്, ആ ഭക്ഷണം ഹറാമൻ. ഡൗട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മങ്ങാളത്തിൻ്റെ കൂടെ പെണ്ണിന്റെ ബാപ്പൻ്റെ കേൾക്കും. ജാവ് 50 ആള് വരുന്നത് എങ്ങനെ നിവൃത്തില്ല ഉസ്താദ്, വരുന്നും ചെല്ലിയാൽ എന്താക്കും? ഫസ്റ്റല്ലേ പുതിയാപ്പിളല്ലേ വരുന്നത്. പുതിയാപ്പിളന്റെ ചങ്ങായി മാത്രല്ല, പുതിയാപ്പിളന്റെ ചങ്ങായിന്റെ ചങ്ങായി, പുതിയാപ്പിളക്ക് അറിയയില്ല, ഓറും വരുന്നല്ലോ. പുറത്താക്കണം എല്ലാത്തിനും. AC ക്യാൻസാരില്ല, ചോറ് കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മങ്ങാലം കഴിക്കുന്ന പുരക്കാർ പെണ്ണിന്റെ ബാപ്പമാർ നസർക്ക് ബരി എത്ര ചോറ് വേണമെങ്കിൽ തരാം. ജാവ് വന്നെങ്കിൽ ഞങ്ങളോട് ഒരു ബഹുമാനം ഉണ്ടാവില്ല, തുറന്ന് പറയാൻ കഴിയണം. ഞാൻ ഒരാൾ വിളിച്ച്, ബുൾമാറിലുള്ള ഒരാൾ, എൻ്റെ വലിയ സുഹൃത്താണ്, അയാൾ ഗൾഫിലാണ് ഉള്ളത്, അള്ളാഹു അയാൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് വിഷയം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഒരു ആഴ്ചയിലൊരു കോളാക്കാതെ അല്ലെങ്കിൽ മെസ്സേജ് ആക്കാതെ ഇല്ല. അയാൾ ബുൾമാറിലെ ഒരു അബന്ധം കൊണ്ട്. അപ്പൊ അയാളെ മങ്ങളെ മംഗളത്തിന് അയാൾ ഇടക്ക് വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞങ്ങളോട് വന്നിട്ട് ബുർദ പാടുന്നാരി, ബുർദ പാടുന്നാരി. അപ്പൊ ഇയാൾ ചെല്ലില്ല, ബുർദ നാളെ മജ്ലിസ് ആക്കി തരാം സൊബൈക്ക് പന്തലിട്ടിട്ട്, അപ്പൊ പാടി. ഈ ജാവ് പെണ്ണുങ്ങൾക്ക് ബുർദ വേണ്ട, ബുർദക്ക് ഒരു ബഹുമാനം അല്ലേ? അല്ല ഞങ്ങൾ എന്തോ ആക്കുന്നില്ല, പാടുന്ന ആ പുരക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ആ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. ഞാൻ അതിലേക്ക് പോവുകയല്ല. സദസ്സിലുള്ള ചെറുപ്പക്കാർ, മരണം വരെ എന്റെ ജീവിതം റാഹത്തോടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഉണ്ടാകണം. മാത്രമല്ല നാളെ പാരത്രിക ലോകത്തും എനിക്ക് ഭാര്യയായി ഇവള് തന്നെ കിട്ടണം എന്ന നിയ്യത്തോടെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ മനസ്സമാധാനം വേണമെങ്കിൽ ഇസ്ലാം പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രമേ എന്റെ കല്യാണം ഉണ്ടാകൂ എന്ന് തീരുമാനിക്കണം. ഒരു ഹറാമും നടക്കൂല. ഒരു നിക്കാഹിന് തങ്ങളെ ക്ഷണിച്ചാലും ഏത് വലിയനെ ക്ഷണിച്ചാലും എൻഗേജ്മെന്റിന് നിങ്ങൾ ഭാര്യയെ കണ്ടിട്ട് സംസാരിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടോ, ആ നിക്കാഹിന് ബറക്കത്തുണ്ടാകൂല. നിക്കാഹിന് മതിയാകുന്നില്ല. പല ആൾക്കാരും ഞങ്ങളുടെ വരുന്നു എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് തങ്ങ വരുന്നു നിക്കാഹ് കഴിക്കാൻ. നല്ല വിഷയം നമ്മ എനക്ക് നിക്കാഹ് എൻ്റെ ബാപ്പ ചെല്ലി വല്ല നിക്കാഹ് കഴിച്ചിട്ട് പിടിഞ്ഞിട്ട് പോയി. എൻ്റെ ബാപ്പ ചെല്ലി വല്ല നിക്കാഹ് കഴിച്ച സാത്ത് വലിയ ആളാന്നില്ല. ഒരാൾക്ക് നിക്കാഹ് കഴിച്ചിട്ടില്ല ചെല്ലി ചെറിയൊന്നും ആകുന്നില്ല. ഈ വലിയ തങ്ങന്മാരെ കൊണ്ടുവന്നിട്ട് നിക്കാഹ് ലാസ്റ്റ് അവസാനം പുതിയാപ്പിള ചരലിടുന്നതും ആ പെണ്ണിനെ ലാസ്റ്റ് ഉടക്കൻ ഇപ്പം അങ്ങനെ ഉൾട്ടോണം. ഞങ്ങളെ കുടുംബത്തിലൊരു കല്യാണം നടന്നു ഈ അടുത്ത്. നിങ്ങളെ നാട്ടിലല്ല, ഞങ്ങളെ നാട്ടിൽ
നിങ്ങളെക്കാട്ട് ഉഷാറ് ഞങ്ങളെ നാട്ടിലാണ്. ഞാൻ കൂടെ വയത് പറയാന്നല്ലാതെ കുടുംബത്തിൽ വയത് പറയാൻ പറ്റല. അവർ പറഞ്ഞും കേൾക്കല അല്ലേ. ഞാൻ മാത്രം ഒരു ഉസ്താദ്, എൻ്റെ ഉമ്മാന്റെ കുടുംബത്തില് ഒരേ ഒരു ഉസ്താദ്, ഞാൻ മാത്രം. ബാക്കി എല്ലാവരും ലണ്ടനും ഗൾഫ് എല്ലാവരും പോയി. അവർ ഫസ്റ്റ് ദർസ് പഠിക്കും തന്നെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു, ബാപ്പ മൊയിലാറായിട്ട് മതിയാലേ, നീ എന്തിനു ബാബു മൊയിലാറാന്ന്, ചെയ്ക്കണ്ടേ, പൈസ മതിയാവാ, ശമ്പളം മതിയാവാ, എന്താക്കുന്നു അവിടെ ദുബൈക്ക് പോകാനാന്നില്ല, അങ്ങനെ ഇങ്ങനെയാന്നല്ല കുറേ സൂപ്പാക്കുന്നു. എന്തോ മിൻഫദലില്ലായി ആരോ ഒരു ബറക്കത്ത് കൊണ്ട് നമ്മളെ വാപ്പൻ്റെ എല്ലാം ദുആ കൊണ്ട് ഇങ്ങനെ ഉസ്താദായി. അള്ളാഹു നിലനിർത്തി തരട്ടെ. എത്രത്തോളം എന്തായിട്ടില്ല, ഇനി എന്താവില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരേ ഒരു ഉസ്താദ്, ബാക്കി ആരില്ല. എൻ്റെ ഉമ്മാന്റെ ഉപ്പ വലിയ ഉസ്താദാണ് അബ്ദുറഹ്മാൻ ഹാജി. ഉപ്പള കുന്നില് പള്ളിയിൽ 45 കൊല്ലം ഖത്തീബായിട്ടുണ്ടായിരുന്നു. അള്ളാഹു അയാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. റമദാൻ 27-നാണ് വഫാത്തായത്. അയാളെ ബാപ്പയും ഉസ്താദ് കറൂപ്പാടിയിൽ ആദ്യം പള്ളി കെട്ടിയത് എൻ്റെ ഉപ്പാപ്പൻ്റെ ഉപ്പയാണ്. ഉമ്മാന്റെ കുടുംബം നോക്കിയാൽ. പക്ഷെ മക്കളെ കൂട്ടത്തില് ആരും ഉസ്താദില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ കല്യാണങ്ങളും ആഡംബരങ്ങളും ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്തല്ല, നന്ന പറയാനും പേടിയാന്ന്, കാരണം ലൈവ് ഉണ്ടല്ലേ അല്ലേ. ഏതായിരുന്നാലും അങ്ങനെ നമ്മളെ കല്യാണം നല്ല ദീനീയായ ചിട്ടയിലാകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. വയത് പറഞ്ഞിട്ടൊന്നും നേരാക്കാൻ കഴിയില്ല, ഉപദേശിച്ചിട്ട് നേരാക്കാൻ കഴിയില്ല, കല്യാണത്തിന്റെ സദസ്സിൽ പറയാൻ കഴിയില്ല. കല്യാണത്തിന്റെ സദസ്സിൽ നമ്മളെ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് കിടാവ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. എന്റെ പുരയിൽ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോണ് പുറത്താണെന്ന്. ആ പെണ്ണിന് ഇന്നോളം ചിലപ്പോ എൻ്റെ രസമുണ്ടാവും ചിലപ്പോ. പക്ഷെ അത് നോക്കാൻ പറ്റൂലല്ലോ. ഞാൻ വലിയ നല്ല ആളല്ല, എന്നാലും പരസ്യമായിട്ട് നമ്മളെ പുരയിൽ അങ്ങനെ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഏതായിരുന്നാലും അങ്ങനെ റാഹത്തുള്ള കുടുംബജീവിതം നയിക്കണമെങ്കിൽ ആദ്യമേ കല്യാണം ശരിയാകണം. അതിന് ഈ മഹത്തായ നാട്ടിൽ ഇസ്ലാമികമായ ചൈതന്യമുള്ള ഈ നാട്ടിൽ റിഫായി ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് വെച്ച് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തീരുമാനമെടുക്കണം. ആരെന്ത് പറഞ്ഞാലും, എന്റെ ഫ്രണ്ട്സ് എന്ത് എന്നെ കുറവാക്കിയാലും, ഇസ്ലാം പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും എന്റെ കല്യാണത്തിൽ നടക്കൂല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എന്നല്ലാതെ മറ്റുള്ളവർക്ക് ഇനി പറഞ്ഞു നന്നാക്കാൻ കഴിയില്ല, ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾ ആക്ഷേപിച്ചതല്ല, എല്ലാ വീട്ടിലും നടക്കുന്നതാണ്. അതുകൊണ്ടാണ് സമാധാനമില്ലാത്തത്, അതുകൊണ്ടാണ് കുടുംബത്തിലെ മക്കള് നന്നാവാത്തത്, അതുകൊണ്ടാണ് സന്തുഷ്ട കുടുംബം വളരാത്തത്. എത്രയോ ത്വലാക്ക് സംഭവിക്കുന്നില്ലേ, കല്യാണം കഴിഞ്ഞതാ പോകുന്നില്ലേ, ഒരുപാട് മക്കളായിട്ടതാ പരസ്പരം സ്നേഹബന്ധമില്ലാതെ അവരതാ പരസ്പരം തെറ്റിപ്പിരിയുന്നില്ലേ. പലരും അതാ സമ്പത്ത് കണ്ടു മോഹിച്ച് കല്യാണം കഴിച്ച് ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയിട്ട് പിന്നീട് കൊല്ലം കഴിഞ്ഞപ്പോ പ്രയാസമായിട്ട് ത്വലാക്ക് ചെല്ലേണ്ട അവസ്ഥ വരെ നമ്മുടെ നാട്ടിലും പരിസര നാടുകളിലും എത്തിയിട്ടില്ലേ. ഞാനതിലേക്ക് കടക്കുകയല്ല. ലോകത്ത് ഏറ്റവും വലിയ സന്തുഷ്ട കുടുംബം എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഭാര്യമാരുമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ വൈവാഹിക ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകണമെങ്കിൽ ഭാര്യമാരെ ഒന്ന് സ്നേഹിക്കണം, അവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തണം. അതല്ലേ ഹബീബായ തങ്ങളെ പറഞ്ഞത്, തങ്ങൾ എവിടേക്ക് പോകുകയാണെങ്കിലും അവിടെ നിന്ന് മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ആ 9 വീട്ടിലും ഭാര്യമാരോട് പറഞ്ഞിട്ടല്ലാതെ തങ്ങൾ പോകൂല. എവിടക്കാ പോകുന്നത്? പ്രതിരോധത്തിനായിരിക്കാം, ജിഹാദിനായിരിക്കാം, യുദ്ധത്തിനായിരിക്കാം, അല്ലെങ്കിൽ പല കുടുംബ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ പല ആവശ്യത്തിനായിരിക്കാം. മദീന പള്ളി വിട്ടങ്ങ് പോകുമ്പോഴേക്ക് തങ്ങളൊന്ന് കയറുന്നു. എല്ലാ
ഭാര്യമാരെ വീട്ടിലേക്കും കയറിയിട്ട് അവസാനം കയറുന്ന ഒരു വീടുണ്ട്. അത് തൊട്ടടുത്തല്ല, അല്പം ദൂരെയാണ്, നടന്നാലെത്തുന്ന ദൂരമാണ്. അതാരെ വീടാണെന്നറിയോ? സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ വീട്ടിലേക്കും കയറിയിട്ട് ആ മകളോടും പറഞ്ഞിട്ടാ തങ്ങളെ യാത്ര പോക്ക്. അങ്ങനെ യാത്രയും കഴിഞ്ഞിട്ട് മടങ്ങി വന്നാൽ തങ്ങളതാ ഈ 9 ഭാര്യമാരെ വീട്ടിലേക്ക് പിന്നെയും കയറും. അവരോട് കാര്യങ്ങൾ അന്വേഷിക്കും, അവരോട് സംസാരിക്കും, അവരുടെ കൂടെ പലപ്പോഴും വീട്ടിന്റെ ജോലിയിൽ ഏർപ്പെടും. ആ വീട്ടിലുള്ള ആടുകളെ ചിലപ്പോൾ തങ്ങൾ കറക്കും, ആ വീട്ടിലുള്ള ചെരുപ്പുകൾ ചിലപ്പോൾ തങ്ങളതാ തുന്നിപ്പിടിപ്പിക്കും. ചിലപ്പോ പല ഭാര്യമാരെ വസ്ത്രങ്ങൾ അവിടെ ഉണ്ടാകും, അതൊന്നും തങ്ങൾ നോക്കൂല. തങ്ങൾ ആ ഭാര്യമാരുടെ വസ്ത്രങ്ങൾ ചിലപ്പോൾ കഴുകും, ചിലപ്പോൾ അതാ മുറ്റമടിച്ചിട്ടുണ്ടാകൂല. ആ തങ്ങളതാ ചൂലെടുത്തിട്ട് ഭാര്യമാരെ വീട് വൃത്തിയാക്കും. ഇതാണ് ലോകത്തിന്റെ നേതാവ്, ഏറ്റവും വലിയ കുടുംബനാഥൻ. നമ്മളൊക്കെ എപ്പോഴും പഠിക്കേണ്ട ഏറ്റവും വലിയ കുടുംബത്തിന്റെ നേതാവ് സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഭാര്യമാരൊന്ന് പ്രയാസപ്പെടുമ്പോ, ഭാര്യമാരൊന്ന് വിഷമിക്കുമ്പോ, അവർക്കൊരു രോഗം വരുമ്പോ അവരെ സമാധാനിപ്പിക്കേണ്ടവരാണ് ഭർത്താക്കന്മാർ, അവരെ സ്നേഹിക്കേണ്ടവരാണ് ഭർത്താക്കന്മാർ. ഇത് മക്കള് കണ്ട് പഠിക്കണം. ഈ ബാപ്പാന്റെയും ഉമ്മയുടെയും സ്നേഹം അതാ വർഷങ്ങൾ കഴിഞ്ഞാലും 90 വയസ്സായാലും ഭാര്യയും ഭർത്താവും കിടക്കേണ്ടത് ഒരേ റൂമിലാണ്. അതെങ്ങനെ ഉസ്താദ്? അത് നടക്കല ബേസന്മാർ. അതാര് പഠിപ്പിച്ച? 40 വയസ്സാകുമ്പോ വേറെ കിടക്കണു? ഇല്ല, മരണം വരെ ഭാര്യന്റെ കൂടെ തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൈളായപ്പോൾ പോലും ഭാര്യയെ മാറ്റിക്കിടത്തിയിട്ടില്ലല്ലോ. ഒരവസരം ആയിഷ ബീവിയോട് പറഞ്ഞു, എന്റെ മുടി ഒന്ന് വാരണം. ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് മെൻസസാണ്, ഹൈളാണ്. തങ്ങൾ ചോദിച്ചു, നിന്റെ കയ്യിലല്ലല്ലോ ഹൈള്. അതാ അവര് ചെരുപ്പെടുത്തു കൊടുത്തു. അവിടത്തെ ഭാര്യയായ ആയിഷ ബീവിയുടെ മുടിയങ്ങ് വാരുന്നു. മാത്രമല്ല, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കിടക്കുമ്പോഴും പെരുമാറുമ്പോഴും മാത്രം ശ്രോഗ്യം കാണിച്ചാൽ പോരാ, ഇബാദത്തിന്റെ വിഷയത്തിലും തഖ്വന്റെ വിഷയത്തിലും ആ ഭാര്യമാരോടും കൂട്ടുജീവിതം നയിക്കണം. സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാതിരാത്രി എഴുന്നേൽക്കും. ഹബീബായ തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാണല്ലോ. തങ്ങളെപ്പോ 2 മണിക്ക് എഴുന്നേൽക്കും, ചിലപ്പോ 1 മണിക്ക് എഴുന്നേൽക്കും, ചിലപ്പോ തങ്ങൾ ഉറങ്ങാറില്ല. ആ എഴുന്നേറ്റ് പാതിരാത്രി വുളു എടുത്തിട്ട് തങ്ങളങ്ങ് നിസ്കരിക്കും. ആയിഷ ബീവി പറയാ, എനിക്ക് വലിയ ഭാഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. ഹബീബായ തങ്ങൾ അവസാനമായി ഇവിടെ പറഞ്ഞത് എന്റെ വീട്ടിലാ. ആയിഷ ബീവി പറയുകയാണ്, മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ ഹബീബായ തങ്ങളെ കിടക്കുന്നത് എന്റെ വീട്ടിലാണ്. മാത്രമല്ല വഫാത്താകുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ ഉമിനീരുമായിട്ട് അവസാനം മെടകലർന്നത് എന്റെ ഉമിനീരാണ്, എന്റെ തുപ്പുനീരാണ്. അതെങ്ങനെയെന്നറിയോ? ആയിഷ ബീബി പറയാണ്, ഞാൻ ഇങ്ങനെ ഹബീബായ തങ്ങള് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ എന്റെ സഹോദരിയുടെ മകനായ അബ്ദുറഹ്മാൻ അതാ ഒരു മിസ്വാക്ക് കൊണ്ടുവന്നു, ഒരു അറാക്ക് കൊണ്ടുവന്നു. ആ അറാക്കിനെ തങ്ങൾ ഇങ്ങനെ നോക്കുകയാ. ഞാൻ ഹബീബായ തങ്ങളോട് ചോദിച്ചു, പല്ല് തേച്ചു തരണോ? തങ്ങളതേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയാതെ തങ്ങൾ ഇങ്ങനെ തലയാട്ടി. ഞാൻ അബ്ദുറഹ്മാനിന്റെ കയ്യിൽ നിന്ന് അതാ ആ പച്ചയായ മിസ്വാക്ക് അറാക്കങ്ങ് വാക്കിയിട്ട്, അത് ഒരു ഉണങ്ങിയ അറാക്കാണ്, അതിന്റെ കൊടി വണങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനതെന്റെ വായയിൽ വെച്ചിട്ടതാ ഒന്നിങ്ങനെ ചവച്ചു. എന്നിട്ട് ഹബീബായ തങ്ങൾക്ക് പല്ല് തേച്ചു കൊടുത്തു.
അതുകൊണ്ട് മറ്റു ഭാര്യമാർക്ക് കിട്ടാത്ത 3 അനുഗ്രഹം എനിക്കല്ല തന്നിട്ടുണ്ട്. അവസാനമായി വഫാത്താകുമ്പോ നബി തങ്ങളെ തുപ്പുനീറുമായി കലർന്നത് എന്റെ ഉമുനീറാ. എന്റെ മടിയിൽ വെച്ച് എന്റെ വീട്ടിലാ തങ്ങൾ വഫാത്തായത്. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങളെ സിയാറത്തിന് വരുന്നത് എന്റെ പരിശുദ്ധമായ വീട്ടിലേക്കാ. ഹബീബായ തങ്ങളുടെ കിടക്കുന്നത് റൗള ഷരീഫാണ്. ആയിഷ ബീവിയുടെ വീട് മറ്റുള്ള 8 ഭാര്യമാരുടെ വീടും ഇന്നില്ലാതെ മദീന പള്ളിയുടെ അകത്താണ്. ഇപ്പൊ പള്ളി ചുറ്റുഭാഗത്തും പള്ളി ഉള്ളത് കൊണ്ട് അന്ന് അകത്തായിരുന്നു. ഇങ്ങനെ ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പാതിരാ സമയത്ത് തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്റെ വീട്ടിൽ നിസ്കരിക്കാൻ ഒരാൾക്ക് മാത്രമേ സ്ഥലമുണ്ടായിരുന്നുള്ളൂ. കാരണം മറ്റൊരാളായ ഞാൻ അവിടെ കിടക്കുകയാണല്ലോ. കിടന്ന് ഞാൻ ഇങ്ങനെ കാല് നീട്ടിവെക്കും. തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് തങ്ങളെ സുജൂദിന്റെ ഭാഗത്ത് എന്റെ കാലാ. തങ്ങളൊന്നും പറയൂല. സുജൂദിന് വരുന്ന സമയത്ത് എന്റെ കാലിന്റെ വസ്ത്രത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു തട്ട് തട്ടും. ഞാൻ എങ്ങനെ കാലുയർത്തും. അവിടെയാണ് തങ്ങൾ സുജൂദ് ചെയ്യുക. പിന്നെയും രണ്ടാമത്തെ സുജൂദ് ചെയ്യുമ്പോ അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെയാണ് തങ്ങൾ നിസ്കരിക്കാറുള്ളത്. കുറെ റക്അത്തുകൾ നിസ്കരിച്ച് അവസാനം എന്നോട് തങ്ങൾ പറയും, എഴുന്നേൽക്കൂ ആയിഷ. ഇങ്ങനെ ഉറങ്ങിയാൽ മതിയോ? പടച്ച റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കണ്ടേ? എന്നെ മാത്രമല്ല, ഞാൻ അങ്ങ് എഴുന്നേറ്റ് വളു എടുത്താൽ തങ്ങളാ ചുറ്റുഭാഗത്തുള്ള 9 ഭാര്യമാരെ വീട്ടിലേക്ക് പോയിട്ട് വാതിൽ മുറ്റി വിളിക്കുകയോ. ഇങ്ങനെയുള്ള ഒരു നല്ല കുടുംബജീവിതം, സന്തുഷ്ടമായ കുടുംബജീവിതം എൻ്റെ രക്ഷിതാക്കളെ നിങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാ. എൻ്റെ പ്രായമുള്ള ഉമ്മമാരെ നിങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാ. ഇതാണ് ഉത്തമമായ കുടുംബം. സയ്യിദുനാ റസൂലുള്ളാഹി, ഒന്ന് ഉറക്കല്ല പോട്ട്, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം. 25 വയസ്സ് ഹബീബായ തങ്ങളും ഖദീജ ബീവിയും ജീവിച്ച് കാണിച്ചു കൊടുത്തതാണ്. മക്കൾക്കും അത് കാണിച്ചു കൊടുത്തു. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയേണ്ടതില്ലല്ലോ. മറ്റൊരു മകളായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, ആ സൈനബ് ബീവിയെ കല്യാണം കഴിച്ചത് അബുൽ ആസുർ റബിയ എന്ന് പറയുന്ന മനുഷ്യനാണ്. ശത്രുപക്ഷത്തുള്ള ആളാണ്, മുസ്ലിമാവാത്ത മനുഷ്യനാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പാണല്ലോ കല്യാണം കഴിച്ചു കൊടുത്തത്. അബുല്ലാസ് മുസ്ലിമായിട്ടില്ല. ബദർ യുദ്ധ രംഗാങ്കളത്തിൽ അബുല്ലാസ് ശത്രുപക്ഷത്താണ്. അബുല്ലാസിനോട് മക്കയിലുള്ള ഖുറൈശി നേതാക്കൾ പറഞ്ഞു, അബുല്ലാസ്, നമ്മളിപ്പോ യുദ്ധം ചെയ്യുന്നത് ആരോടാണെന്നറിയോ? നിങ്ങളുടെ അമ്മോശനായ ഹബീബായ തങ്ങളോടാ, മുഹമ്മദ് നബിയോടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മുസ്ലിമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാര്യയായ സൈനബ് ബീവിയെ ത്വലാഖ് ചൊല്ലണം. അബുല്ലാസ് പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് വരാം, യുദ്ധത്തിന് നിങ്ങളോട് സംബന്ധിക്കാം. എന്റെ ഭാര്യയാകുന്ന പ്രിയപ്പെട്ട സൈനബിനെ ഒരിക്കലും ത്വലാഖ് ചൊല്ലൂല. കാരണം അവളിൽ നിന്ന് വല്ലാത്ത സ്നേഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹബീബായ മുത്തുനബിന്റെ മക്കളെ പോലെയുള്ള മക്കൾ അന്നാട്ടിലില്ല. അമുസ്ലിമായ അബുല്ലാസിന് ത്വലാഖ് ചെല്ലാൻ മനസ്സില്ല. ത്വലാഖ് ചെല്ലണം നബിയെ, ത്വലാഖ് ചെല്ലണം അബുല്ലാസ്. ഇല്ല, എന്നാലും ഞാൻ യുദ്ധത്തിന് വന്നില്ലെങ്കിലും പ്രശ്നമില്ല, വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം. എന്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബിന് ത്വലാഖ് ചൊല്ലൂല. അങ്ങനെ ബദർ യുദ്ധ രണാങ്കളത്തിൽ അബുല്ലാസുർ റബിയ അതാ സംബന്ധിച്ചു ശത്രുപക്ഷത്ത് യുദ്ധം ചെയ്തു. ശത്രുക്കളെ പലരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ.
അക്കൂട്ടത്തിൽ അബുല്ലാസിനെയും അറസ്റ്റ് ചെയ്തു. അബുല്ലാസിനെ അറസ്റ്റ് ചെയ്തപ്പോ അതാ അറസ്റ്റ് ചെയ്ത ആളുകളെ അതാ മോചിപ്പിക്കാൻ വേണ്ടി ആ മോചന ദ്രവ്യം കൊടുക്കാൻ വേണ്ടി ഉത്തരവ് വന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ നേതൃത്വം ജാഫർ സ്വാദിഖ് തങ്ങൾ നമ്മുടെ മഹത്തായ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ തണൽ ദീർഘകാലം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ മഹത്തായ നാട്ടിൽ കൊല്ലങ്ങളായി നമ്മുടെ സ്വലാത്ത് മജ്ലിസിന് വാർഷിക പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ച് ഒരുപാട് തിരക്കുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ നമ്മുടെ ഈ ചെറിയ നാട്ടിലേക്ക് ഇൽമിയായ വൈജ്ഞാനികമായ ആത്മീയ ചൈതന്യമുള്ള ഈ നാട്ടിലേക്ക് തങ്ങൾ വന്ന് നമുക്ക് ദുആ ചെയ്ത് നമ്മളെ സമാധാനിപ്പിച്ച് അത്ര സമയം കഴിഞ്ഞാലും നല്ല റാഹത്തോടെ ഇരുന്ന് വിടകറയുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ മഹാനവറുകൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മനസ്സിലുള്ള സർവ്വ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ബിബറക്കത്തി ബിസ്മില്ലാഹി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങളവറുകൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉത്തമമായ സുന്ദരമായ സ്വഭാവം പഠിച്ച സൈനബ് ബീവിയെ ത്വലാഖ് ചൊല്ലാൻ അബുല്ലാസുർ റബിയക്ക് മനസ്സില്ല. അവസാനം ബദർ രണാങ്കണം കഴിഞ്ഞ് അബുല്ലാസിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ മോചിപ്പിക്കാൻ വേണ്ടി വല്ല മോചന ദ്രവ്യവും വല്ലതും തുകയായി തരണമെന്ന് പറഞ്ഞപ്പോ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞിട്ട് സൈനബ് ബീവി അതാ ഒരു കടലാസിൽ ചുരുട്ടിയിട്ട് ഒരു മാല കൊടുത്തേച്ചു. ആരമാലയാ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയാ. ആ മാല തങ്ങളെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. കടലാസങ്ങ് ഇങ്ങനെ വിടർത്തി നോക്കിയപ്പോ തങ്ങൾക്ക് ഓർമ്മ വന്നത് അവിടത്തെ പ്രിയപ്പെട്ട പത്നി ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹായാണ്. സൈനബ് ബീവിയെ കല്യാണം കഴിക്കുമ്പോഴേക്ക് അവസാനമായി ഉണ്ടായിരുന്ന ഒരു മാലയാണത്. ആ മാല കണ്ടുവന്നപ്പോ തങ്ങളങ്ങ് കണ്ട് കരഞ്ഞുപോയി. തങ്ങളെ കരച്ചില് മനസ്സിലാക്കിയിട്ട് അതാ സ്വഹാബത്ത് ഒന്നുമില്ലാതെ അബുല്ലാസിനെ അവിടുന്ന് മോചിപ്പിച്ചു. മോചിപ്പിച്ചതിന് ശേഷം ഹബീബായ തങ്ങൾ സൈനബ് ബീവിയോട് പറഞ്ഞു, എന്നാൽ ഇനി മുതൽ നീയും അബുല്ലാസും ഒന്നിച്ച് കഴിയാൻ പാടില്ല. സംഭവം ഭർത്താവാണെങ്കിലും മുസ്ലിം അല്ലല്ലോ. അങ്ങനെ ഒരേ സ്ഥലത്ത് പരസ്പരം അതാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം അതാ ആ അബുല്ലാസ് അത്രയും ത്വലാഖ് ചെല്ലാൻ ആദ്യം മനസ്സ് കാണിക്കാത്തത് സൈനബ് ബീവിയുടെ സുന്ദരമായ സ്വഭാവമാ. അത് പഠിച്ചത് സയ്യിദുനാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അവിടുത്തെ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹായിൽ നിന്നുമാണ്. അങ്ങനെ സുന്ദരമായ സന്തുഷ്ടമായ ഉത്തമമായ കുടുംബജീവിതം നമ്മളങ്ങ് ജീവിതത്തിൽ നടപ്പിലാക്കി നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സദസ്സ് കാരണമാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ ബാക്കി കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് പറഞ്ഞ് സ്വലാത്തിന് നേതൃത്വം നൽകി ദുആ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം പിരിയാം. അല്ലാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള
ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ചെറിയ നാട്ടിൽ ഒരുപാട് തിരക്കുണ്ടെങ്കിലും എല്ലാ കൊല്ലവും നമുക്കൊരു ആത്മീയ നേതൃത്വമായി, വലിയൊരു സമാധാനമായി നമുക്ക് നേതൃത്വം തരികയാണ്. അള്ളാഹു ദീർഘകാലം അവിടത്തേക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.